ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. AI മെഷീൻ ലേണിംഗ് വെച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ ഇന്നിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം AI മെഷീൻ ലേണിംഗുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വരും എപ്പിസോഡുകളിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇതിൽ കവർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു 30 മിനിറ്റ്സ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഇതിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പം ബിടെക് അല്ലെങ്കിൽ എംടെക്, BCA, മെഷീൻ ലേണിംഗ് ആൻഡ് AI പഠിക്കുന്നവര്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികള്, അതുപോലെ തന്നെ AI-യിൽ പാഷനായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം ഇത് ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങള് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് AI മോഡൽസിൽ വളരെ നല്ല വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കുകളും അതിന്റെ റിസോഴ്സസുകൾ ഞാൻ എവിടെ ഷെയർ ചെയ്യുന്നു തുടങ്ങിയ ബേസിക് കാര്യങ്ങളാണ് ആദ്യം ഷെയർ ചെയ്യുന്നത്. സോ നമ്മുടെ ടോപ്പിക് നെയിം എന്ന് പറയുന്നത് ഗൂഗിൾ കൊളാബ് ഹാൻഡ് ഓൺ വർക്ക്ഷോപ്പ് മെഷീൻ ലേണിംഗ് ആൻഡ് AI. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? AI വെച്ചിട്ട് നമ്മൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രധാനമായും യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ഗൂഗിൾ കൊളാബ് ആണ്. അപ്പം ഗൂഗിൾ കൊളാബും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പൈത്തന്റെ പല വേർഷൻസും അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റുകൾ ആനക്കൊണ്ട നാവിഗേറ്റർ ഉപയോഗിച്ചും ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ കൊളാബ് ഓപ്പൺ ചെയ്യാം എന്നതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഇപ്പൊ ഗൂഗിളിന്റെ ഒരു ഗൂഗിളിന് ഒത്തിരി സർവീസുകളുണ്ട്. അതിനകത്തെ ഒരു പ്രധാന സർവീസാണ് ഗൂഗിൾ കൊളാബ്. ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് പൈത്തൺ കോഡിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഇതിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ആ സെയിം ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ കൊളാബിൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ AI ഓർ പൈത്തൺ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പോ ക്ലൗഡിലേക്ക് വന്നിരിക്കുന്നതിനാൽ ഉയർന്ന വേഗതയിലുള്ള മെഷീൻ ലേണിംഗ് AI പ്രോജക്ട്സുകൾ ചെയ്യുവാനായിട്ട് ഗൂഗിൾ കൊളാബിലും സാധിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഒരു ക്ലൗഡ് എൻവയോൺമെന്റ് ആണ്. നമുക്ക് ഏത് മെഷീനിലും വർക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ്. എക്സാമ്പിള്, നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു കോഡ് ചെയ്യുന്നു, ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ലാപ്ടോപ്പുമായി വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ സെയിം പ്രോജക്റ്റ് നിങ്ങളുടെ കോളേജിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ കോളേജിലെ ലാപ്ടോപ്പിൽ നിങ്ങൾ ജിമെയിൽ ലോഗിൻ ചെയ്യുന്നു. ആ സെയിം മെയിൽ ഐ ഡി വെച്ചിട്ട് ഗൂഗിൾ കൊളാബ് ലോഗിൻ ചെയ്യുന്നു. നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത എല്ലാ വർക്കുകളും നിങ്ങൾക്ക് അവിടെ ആക്സസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റ് സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ ഓഫ്ലൈൻ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ലാപ്ടോപ്പിൽ ചെയ്യുന്നത്. ഓഫ്ലൈനായി ഇൻസ്റ്റാൾ ചെയ്താൽ ആ ലാപ്ടോപ്പുമായി നമ്മൾ പോകേണ്ടതായിട്ട് വരുന്നു. ഇവിടെ ക്ലൗഡി വർക്ക് ചെയ്യുന്നതിനാൽ നമുക്ക് എവിടെയും ഏത് സ്ഥലത്തും ഏത് ഡിവൈസ് വെച്ചിട്ടും നമ്മുടെ പ്രോജക്റ്റ് ലോഡ് ചെയ്യാനും വർക്ക് ചെയ്യുവാനും സാധിക്കും. അതാണ് ഗൂഗിൾ കൊളാബിനെ മറ്റു സോഫ്റ്റ്വെയറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ടൂളിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇവിടെ ഞാൻ എൻ്റെ ഒരു ഗൂഗിൾ കൊളാബാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനൊരു പുതിയ ഒരു വേർഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഞാനൊരു പുതിയ പേജ് ഗൂഗിൾ കൊളാബിന്റെ ഇവിടെ ഓപ്പൺ ചെയ്യാം. സോ ഗൂഗിൾ കൊളാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ഫ്രഷ് പേജ് ആണ്, വെൽക്കം ടു കൊളാബ്. ഇവിടെ ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് ഞാനിവിടെ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളും ആദ്യം ലോഗിൻ ചെയ്യുന്ന ടൈമിൽ
നിങ്ങളുടെ ജിമെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്ത് ലോഗിൻ ആക്കേണ്ടതാണ്. അതിനുശേഷം ഇതിന്റെ ഇന്റർഫേസിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് പ്രധാനമായും കാണുവാൻ സാധിക്കുന്നത് ഇതിൽ കുറെ മെനൂസ് ഉണ്ട്. ഫയല്, എഡിറ്റ്, വ്യൂ മെനു, ഇൻസേർട്ട്, റൺ ടൈം, ടൂൾ ബോക്സ്. സോ പ്രാഥമികമായി എല്ലാ സോഫ്റ്റ്വെയറിലും കാണുന്ന കുറച്ച് മെനൂസ് ഇതിലുമുണ്ട്. അപ്പൊ ഇതിൽ ഫയലിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ നോട്ട്ബുക്ക് ഇൻ ഡ്രൈവ്. സോ ഇതെല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവുമായിട്ടാണ്. നമ്മൾ ഇവിടെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത് ലോക്കൽ ഡിസ്കിൽ നിന്നല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നു, ഒരു ഫയലിനെ ഇൻപുട്ട് ആക്കി കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ സേവ് ആക്കേണ്ടത് ഗൂഗിൾ ഡ്രൈവിലാണ്. ഈ ഗൂഗിൾ കൊളാബ് വർക്ക് ചെയ്യുന്നത് ഡ്രൈവുമായിട്ട് ചേർന്നിട്ടാണ്. ജി ഡ്രൈവ്, ഗൂഗിൾ ഡ്രൈവ്. സോ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഒരു ഫയൽ ഇട്ടാൽ അതിന്റെ പാത്ത് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കൊളാബി കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗൂഗിൾ ഡ്രൈവിന്റെ സപ്പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഓപ്പൺ നോട്ട്ബുക്ക് ഉണ്ട്. ഓപ്പൺ നോട്ട്ബുക്ക് മീൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ പുതിയ ഫയൽ ഏരിയയിനെയാണ് ഓപ്പൺ നോട്ട്ബുക്ക് എന്ന് വിളിക്കുന്നത്. അതുപോലെ അപ്ലോഡ് നോട്ട്ബുക്ക്, സേവ് കോപ്പി. നമ്മൾ ചെയ്ത വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ജിറ്റ് ഹബ്. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള റെപ്പോസിറ്ററി ആയ ജിറ്റ് ഹബിലെ കോഡ് വെച്ചിട്ട് നമുക്ക് അവിടെ ഇതിനെ വർക്ക് ചെയ്യാൻ സാധിക്കും. സോ അവിടെ ജിറ്റ് ഹബിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നോർമൽ ആയിട്ട് കൺട്രോൾ എസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് സേവ് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത വർക്കുകളെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ കുറച്ച് വർക്കുകൾ ചെയ്ത ശേഷം അതിനെ നമ്മൾ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്താൽ ഈ ഒരു എക്സ്റ്റൻഷനിൽ അത് സേവ് ആയി കിട്ടും. ഡൗൺലോഡ് ഡോട്ട് IPYNB. അതർവൈസ് നമുക്ക് സാധാരണ ഡൗൺലോഡ് ചെയ്യുന്ന ഡൗൺലോഡ് ഡോട്ട് PY എന്ന ഒരു ഓപ്ഷനിലും നമുക്ക് ഫയലുകളെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ P കൊടുത്ത് നമ്മുടെ പേജുകളെ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ എഡിറ്റ് മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ല്, സെലക്ട് സെല്ല്, കട്ട് സെല്ല്, കോപ്പി. സോ ഇതിലെല്ലാം തന്നെ നമ്മൾ ഓരോ സെല്ലുകളിലാണ് പ്രോഗ്രാമിനെ റൺ ചെയ്യുന്നത്. അപ്പൊ ആ സെല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഡിറ്റ് ഓപ്ഷനിൽ വരുന്നത്. പിന്നെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഉണ്ട്, ഫൈൻഡ് നെക്സ്റ്റ്, ഫൈൻഡ് പ്രീവിയസ്, പിന്നെ നോട്ട്ബുക്ക് സെറ്റിംഗ്സ്. സോ നമ്മൾ ഈ കൊളാബ് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് ഈ നോട്ട്ബുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റൺ ടൈം ടൈപ്പ് പൈത്തൺ 3 എന്ന് പറയുന്നതാണ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ടുള്ള ഡാറ്റാ സയൻസ് സോഫ്റ്റ്വെയർസ് ആയ ആർ സോഫ്റ്റ്വെയർ, ജൂലിയ, ഇവയും നമുക്ക് ഇവിടെ റൺ ചെയ്യാനായിട്ട് ഈ കൊളാബിൽ സാധിക്കും. അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം പൈത്തൺ 3 ആണ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് ഹാർഡ്വെയർ ആക്സിലറേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡീഫോൾട്ട് ആയിട്ട് CPU, അത് കഴിഞ്ഞാൽ T4 GPU, അത് രണ്ടുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു TPU, ലാസ്റ്റ് TPU. സോ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ചെറിയ പ്രോഗ്രാം, സ്മോൾ ടാസ്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ CPU-ന്റെ പവർ ആവശ്യമുള്ളൂ. ഇതൊരു ക്ലൗഡ് പവർ ആണ് നൽകുന്നത്. പക്ഷെ നമ്മൾ ഒരു വലിയ AI പ്രോജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയ ഡാറ്റാ സെറ്റുകളെ ലോഡ് ചെയ്യുന്നു, അതിലും ഇമേജസുകൾ 1 GB 2 GB ഇമേജിനെ ലോഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ഓപ്ഷൻ മാറ്റി കൊടുക്കണം. T4 GPU. അപ്പൊ ഇതെന്താണ്? CPU-ൽ നിന്നും ഗ്രാഫിക്സ് പ്രോസസ് യൂണിറ്റിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇത് ഗൂഗിൾ തരുന്ന വളരെ മികച്ച ഒരു സേവനമാണ്. അപ്പം നമുക്ക് ഈ ക്ലൗഡ് എൻവയോൺമെന്റിൽ GPU പവർ എവിടുന്ന് കിട്ടുന്നു? ഗൂഗിളിന്റെ സെർവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പവർ വെച്ചിട്ട് നമ്മുടെ ലാപ്ടോപ്പ് നോർമൽ ലാപ്ടോപ്പ് ആണെങ്കിൽ കൂടി നമുക്ക് മെഷീൻ ലേണിംഗിലെ ഹൈ ആയിട്ടുള്ള ഹെവി പ്രോജക്റ്റുകൾ GPU, ഗ്രാഫിക്സ് പ്രോസസ് യൂണിറ്റ്, ഗൂഗിളിന്റെ ഗ്രാഫിക് പ്രോസസ് യൂണിറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഹെവി പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഗൂഗിൾ കൊളാബിനെ മറ്റു സോഫ്റ്റ്വെയറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്.
അപ്പൊ ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മുതൽ എൻ്റെ ഈ എൻവയോൺമെന്റ് വർക്ക് ചെയ്യുന്നത് CPU-ലല്ല, അത് വർക്ക് ചെയ്യുന്നത് GPU എന്ന് പറയുന്ന മൾട്ടിപ്പിൾ പവർ, CPU-ന്റെ മൾട്ടിപ്പിൾ പവർ ഉള്ള ആ ഒരു സിസ്റ്റത്തിലായിരിക്കും. ഇതിൽ നമുക്ക് നല്ല ഹെവി ബാൻഡ് വിഡ്ത്തിൽ പ്രോജക്റ്റ് റൺ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ ആ ഓപ്ഷൻസ് നിങ്ങൾ മറക്കാതിരിക്കുക. എവിടെയാണെന്നാണ് അത് എടുക്കുന്നത്? എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നോട്ട്ബുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നീടുള്ളത് വ്യൂ, ഇൻസെർട്ട്, റൺ ടൈം, റൺ ഓൾ. സോ ഇതൊന്നും അത്രയ്ക്കും ആവശ്യം നമുക്ക് വരുന്നതല്ല. പിന്നീട് സെറ്റിംഗ്സ്, ഇതിന്റെ സെറ്റിംഗ്സ് അതൊക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. സോ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഫയൽ പേജും അതുപോലെ തന്നെ എഡിറ്റില് സെറ്റിംഗ്സും ആണ്. അത് രണ്ടും നിങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയ ഫയൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഓപ്പൺ നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ക്രിയേറ്റ് ആയി വരും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവര് തന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് അതിന്റെ കോഡ് ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലെ ജിറ്റ്ഹബുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ റീസെന്റ് ആയിട്ട് ചെയ്ത വർക്ക് ഏതാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഫൈനൽ വർക്ക്. ആ റീസെന്റ് വർക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് എവിടെയാണ് ഇത് സേവ് ആവുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കാൻ സാധിക്കും. പിന്നെ അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ഓപ്പൺ നോട്ട്ബുക്കിലേക്ക് പുറത്തു നിന്നുള്ള ഫയൽസിനെ അപ്ലോഡ് ചെയ്യാനും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അപ്പൊ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ബേസിക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ആദ്യമായിട്ട് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു AI-യുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ്. കുറെ ആളുകൾക്ക് ഇത് ഓൾറെഡി അറിയായിരിക്കും. പുതുതായിട്ട് ഈ ഒരു ഫീൽഡ് ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഭാഗം നിങ്ങൾക്ക് കെയർഫുൾ ആയിട്ട് മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഈ ബേസിക് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഈ ഏരിയ സ്കിപ്പ് ആക്കാവുന്നതാണ്. സോ അപ്പം AI എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ദാറ്റ് ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് മെഷീൻസ് കേപ്പബിൾ ഓഫ് മിമിക്കിംഗ് ഹ്യൂമൻ ഇന്റലിജൻസ് സച്ച് ആസ് ലേണിംഗ്, റീസണിംഗ്, പ്രോബ്ലം സോൾവിംഗ്, പെർസെപ്ഷൻ ആൻഡ് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗ്. അപ്പം ഈ AI എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസിന്റെ ബ്രാഞ്ച് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? മനുഷ്യന്റെ സെയിം ആയിട്ടുള്ള നമ്മുടെ പവർ, നമ്മുടെ ബ്രെയിനിന്റെ പവർ മെഷീന് കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചിന്തിക്കുന്ന ആ സെയിം പവർ മെഷീനും നമുക്ക് നൽകാൻ സാധിക്കണം. അതായത് ഹ്യൂമൻ ഇന്റലിജൻസ്, ലേണിംഗ്, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ പവർ, അതുപോലെ റീസണിങ്, ഏത് കാര്യങ്ങളെ സോൾവ് ചെയ്യാനുള്ള ആ മനുഷ്യന്റെ റീസണിങ് പവർ, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള മനുഷ്യന്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കഴിവ്, ലാംഗ്വേജുകളെ, പലതരത്തിലുള്ള ലാംഗ്വേജുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനായിട്ടുള്ള മനുഷ്യന്റെ കഴിവ്, ഇങ്ങനെ ഒരു മനുഷ്യന്റെ മാത്രമായ പ്രത്യേകതകളെ ഒരു മെഷീന് ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ മെഷീനും ഒരു ഹ്യൂമനെ പോലെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുവെന്ന്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇന്റലിജൻസ് മെഷീന് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് AI എന്ന് വിളിക്കുന്ന. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഒരു പഠനശാഖ കമ്പ്യൂട്ടർ സയൻസിന്റെ സബ് ഫീൽഡായിട്ട് വരാനായിട്ടുള്ള കാരണം. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. AI വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില ആക്ടിവിറ്റീസ്. അണ്ടർസ്റ്റാൻഡിങ് സ്പീച്ച്. നിങ്ങൾ ഇപ്പൊ തന്നെ പലർക്കും അറിയാവുന്നതാണ്. അലക്സ യൂസ് ചെയ്യുന്നവരുണ്ട്. ഗൂഗിൾ അസിസ്റ്റന്റ് യൂസ് ചെയ്തിട്ട് ഭാഷ തമിഴിൽ നിന്ന് കന്നഡയിലേക്ക് ഭാഷ കൺവേർട്ട് ചെയ്യുന്നു. അത് 100-ലധികം ലാംഗ്വേജുകളെ ഇപ്പൊ അത് സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്യുന്നത് AI വെച്ചിട്ടാണ്.
പിന്നെ റെക്കഗ്നൈസിങ് ഫേസ്. നമ്മൾ വാങ്ങുന്ന മൊബൈൽ ഫോണുകളിലെല്ലാം തന്നെ ഇപ്പൊ ഫേസ് റെക്കഗ്നേഷൻ അവൈലബിൾ ആണ്. അതും ഒരു എഐയുടെ ആപ്ലിക്കേഷൻ ആണ്. ഫേസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിന്റെ ഓണർ കറക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ലോഗിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതൊരു മികച്ച ഇമേജ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഐ ആപ്ലിക്കേഷൻ ആണ്. റെക്കമെൻഡഡ് പ്രോഡക്റ്റ്, ആമസോണ്, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ യൂട്യൂബിലൊക്കെ നമ്മൾ ഒരു പുതിയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ എന്ത് നമുക്ക് ലഭിക്കും? നെക്സ്റ്റ് ഡേ നമ്മൾ ലോഗിൻ ചെയ്യുമ്പം ആ സെയിം പോലത്തെ വീഡിയോസ്, സെയിം ഐറ്റംസ് അല്ലെങ്കിൽ കണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്ത സെയിം ഐറ്റംസിന്റെ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു റെക്കമെൻഡേഷൻ സിസ്റ്റമാണ്. ഇന്ന വ്യക്തി ഇന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ഇതാണ്. അപ്പം അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് നമ്മളിൽ നിന്ന് കണ്ടുപിടിച്ച് നൽകുന്നതും അതൊരു എഐയുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പിന്നെ പ്ലേ ഗെയിംസ്, ചെസ്, അതുപോലെയുള്ള മിലിറ്ററി ഗെയിംസ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3D ഗെയിംസ്, ഇതെല്ലാം തന്നെ വളരെ മികച്ച എഐ എക്സാമ്പിൾസ് ആണ്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. AI is not a magic. It is a mathematics plus data plus computer power. സോ കമ്പ്യൂട്ടർ സയൻസ് ഡെവലപ്പ് ആയിട്ട് ലാസ്റ്റ് ഒരു 35 ആയിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഇത്രയും ഈ ഒരു ബൂമിങ്ങിലേക്ക് എത്തിയിട്ട്. അതിനു മുമ്പ് ലാസ്റ്റ് 200 ആയിട്ട് മാത്തമാറ്റീഷ്യൻസ്, വളരെ ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസ് ജീവിച്ചിരുന്നു. അവരുടെ തിയറംസ് ഉണ്ട്, അവ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ളതും ഡിഫറെന്റ് ആയിട്ടുള്ള ഹൺഡ്രഡ്സ് ഓഫ് മാത്തമാറ്റീഷ്യൻസ് അവരുടെ മോഡൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ കാണുന്ന ഇന്നത്തെ വേൾഡിനെ നിയന്ത്രിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു 200 വർഷത്തെ മാത്തമാറ്റിക്സ് കാര്യങ്ങളും പിന്നെ പുതിയതായിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ സയൻസും കൂടെ ക്ലബ് ചെയ്തു വരുമ്പോഴാണ് ഈ എഐയിലേക്ക് എത്തുന്നത്. ഈ എഐ എന്ന ടേം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷങ്ങളോളം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നു, അതിനു മുമ്പ് മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മാത്തമാറ്റിക്സിലെ കാര്യങ്ങളെ ഒരു ഡേറ്റയുടെ സഹായത്തോടു കൂടി അനലൈസ് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ പവർ യൂസ് ചെയ്തിട്ട് അതിനെ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ആ പ്രോസസ്സിനെയാണ് ആക്ച്വലി എഐ എന്ന് വിളിക്കുന്നത്. അത് മനുഷ്യന്റെ തിങ്കിങ് പവർ പോലെ തന്നെ ആ മെഷീൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മാത്സ് സ്കില്ലും കമ്പ്യൂട്ടറിന്റെ പവറും ഏത് ഡേറ്റ വെച്ചിട്ടാണോ അത് പ്രോസസ്സ് ചെയ്യുന്നത്, നല്ലൊരു റിസൾട്ട് നമുക്ക് നൽകുവാൻ അത് സാധിക്കുന്നുവെങ്കിൽ അതിനെയാണ് എഐ മാജിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എഐയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. മെയിൻ ആയിട്ട് എഐ യൂസ് ചെയ്യുന്നത് ഹെൽത്ത് സെക്ടറിലാണ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഫിനാൻസ്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഡെയിലി ലൈഫ്, സമസ്ത മേഖലകളിലും ഇന്ന് നമുക്ക് എഐയെ കാണുവാൻ സാധിക്കും. എഐ എനേബിൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഹെൽത്ത് കെയർ സെക്ടർ, ഡിസീസ് ഡയഗ്നോസിസ്, എക്സ്റേ, അതുപോലെ ട്യൂമർ ഡിസീസ്, അൾസിമേഴ്സ് ഡിസീസ്, ഇതുപോലെ ഹെൽത്ത് സെക്ടറിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധ്യമായ പല രോഗങ്ങളെയും പ്രതിവിധി എഐയുടെ സഹായത്തോടു കൂടി വളരെ സ്പീഡിൽ റെക്കഗ്നൈസ് ചെയ്യുവാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സെൽഫ് ഡ്രൈവിംഗ് കാർ, നമുക്കറിയാം ചൈനയിലൊക്കെ ഇപ്പോൾ തന്നെ വളരെ മികച്ച രീതിയിലുള്ള സെൽഫ് ഡ്രൈവിംഗ് ടാക്സി കാറുകൾ അവൈലബിൾ ആണ്. അപ്പം ടെസ്ല പോലുള്ള കമ്പനികൾ അത് നിർമ്മിക്കുന്നുണ്ട്, ചൈനീസ് കമ്പനികളും നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഡ്രൈവർ ഇല്ലാതെ തന്നെ റോഡ് മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ഒരു മെഷീൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കാറിന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആ ഒരു പവറിനെ എഐയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ഫിനാൻസ് സെക്ടറുകളുടെ, ഷെയർ മാർക്കറ്റുകളിലെ സ്റ്റോക്ക് മാർക്കറ്റ്, അതുപോലെ ഫ്രോഡ് ഡിറ്റക്ഷൻ, ഈ സെക്ടറുകളിലൊക്കെ തന്നെ ഇപ്പൊ എഐ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ഡ്രോൺ പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ സെക്ടറുകളിൽ പെസ്റ്റിസൈഡുകൾ കർഷകർക്ക് അവരുടെ ക്രോപ്സിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട്,
അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഡ്രോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രോണുകൾക്കെല്ലാം AI പവർ ഉള്ള ഡ്രോണുകളാണ്. ഒരു ഏരിയ റെക്ടിഫൈ ചെയ്യുന്നു. എവിടെ എവിടെ എങ്ങനെ AI വെച്ചിട്ട് ഡ്രോൺ വെച്ച് നമുക്ക് പെസ്റ്റിസൈഡ് സ്പ്രെഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ AI സഹായത്തോടെ, AI പ്ലസ് ഗൂഗിൾ മാപ്പിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ വളരെ മികച്ച സംഭാവനയാണ് നമ്മുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിന് ഇപ്പൊ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ ലേണിംഗ് ആപ്സുകൾ, അതുപോലെ ചാറ്റ് ബോട്ടുകൾ, ചാറ്റ് GPT പോലെയുള്ള LLM മോഡൽസ്, ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കുവാനായിട്ട് റീഡ് ചെയ്യുന്ന ബുക്കുകൾ, അതിനു വേണ്ടി വരുന്ന സമയം ഒക്കെ കമ്പയർ ചെയ്യുമ്പം ഈ ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ LLM, ജെമിനി, ചാറ്റ് GPT ഇവയൊക്കെ നമുക്ക് ടൈം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഒരു മാസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കി എടുക്കുവാൻ സഹായിക്കുന്നു എന്നതാണ് ഈ മോഡലുകൾ മാനവരാശിക്ക് നൽകിയ സംഭാവന എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ വളരെ വിസിബിൾ ആണ്. എല്ലാ മേഖലകളിലും AI കടന്നു വന്നിട്ടുണ്ട്. പിന്നെ ഡെയിലി ലൈഫിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ, ഗൂഗിൾ മാപ്പ്, എല്ലാവരും എത്രയോ ആളുകളാണ് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നത് ഒരു ഡേയില്. അതുപോലെ ചാറ്റ് ബോട്ടുകളെ ഇപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ചാറ്റ് ബോട്ടിന്റെ സഹായത്തോടു കൂടിയാണ് എല്ലാം പഠിക്കുന്നത്. അപ്പം ക്വിക്ക് ലേണിംഗ്, ഫാസ്റ്റ് ലേണിംഗ്, ആക്യുറേറ്റ് ലേണിംഗ്, ഇതൊക്കെയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ AI സിസ്റ്റംസ് മനുഷ്യരാശിക്ക് പ്രദാനം ചെയ്യുന്നത്. സ്മാർട്ട് ആയിട്ടുള്ള അസിസ്റ്റൻസുകൾ, ചാറ്റ് ബോട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ AI ഏജൻസ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ട്രാവൽ ഏജന്റിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു. ട്രാവൽ ഏജന്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ പ്ലാൻ തരുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അതൊക്കെ പഴയ സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. ഇൻബിൽറ്റ് ആയിട്ടുള്ള ചില AI ഏജൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലാൻ പറയുന്നു. ആ പ്ലാൻ അനുസരിച്ച് ടൂർ സെറ്റ് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടിക്കറ്റ് നമുക്ക് അയച്ചു തന്ന് ആ ടിക്കറ്റുമായി നമ്മൾ യാത്ര ചെയ്ത് അതിന്റെ ഫീഡ്ബാക്ക് വരെ എടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന AI ഏജൻസികൾ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അത്രത്തോളം നമുക്ക് AI നമ്മുടെ ഡെയിലി ലൈഫിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുമുള്ള ദിവസങ്ങളിൽ അത് വളരെ വേഗത്തിൽ നമ്മുടെ സമസ്ത മേഖലകളിലേക്കും കടന്നു വരുമെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് വ്യക്തമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആപ്ലിക്കേഷൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കാണുന്ന ഈ സ്ക്രീനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഞാനിത് എൻലാർജ് ചെയ്യാം. സോ ഈ സ്ലൈഡിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് AI, എന്താണ് മെഷീൻ ലേണിംഗ്, എന്താണ് ഡീപ്പ് ലേണിംഗ്? ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടേം ആണ്, AI ആണോ ആദ്യം വന്നത്, ML ആണോ ആദ്യം വന്നത്, ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അപ്പൊ ഇതിനുള്ള ഒരു നല്ല സൊല്യൂഷൻ ആണ് ഈ സ്ലൈഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഫസ്റ്റ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ AI, എന്താണ് മെഷീൻ ലേണിംഗ്, സെക്കൻഡ് കോളം എന്താണ് ഡീപ്പ് ലേണിംഗ്. അപ്പൊ നമുക്ക് ആ ഡെഫിനേഷനിലേക്ക് ഒന്ന് പോകാം. AI means the broad concept of machine learning simulation human intelligence. ML means a subset of AI where machines learn from data. Third point is what is deep learning? Subset of ML using neural network. അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, AI എന്ന് പറയുന്നത് വലിയൊരു പഠന ശാഖയാണ്. അതിന്റെ സബ്സെറ്റ് ആണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗിന്റെ സബ്സെറ്റ് ആണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റൗണ്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഫുള്ള് കൺസെപ്റ്റ് ഓഫ് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റലിജൻസ്, അതിനെ മൊത്തത്തിൽ നമുക്ക് വിളിക്കുന്ന പേരാണ് AI. ആ മൊത്തത്തിൽ വിളിക്കുന്ന AI സിസ്റ്റത്തിനകത്ത് നിന്ന് സബ്സെറ്റ് ഓഫ് AI, നമ്മൾ അതിനകത്തുനിന്ന് തന്നെ ഡേറ്റ വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെ എന്താണ് പറയുന്നത്? മെഷീൻ ലേണിംഗ് എന്നാണ് പറയുന്നത്. ആ മെഷീൻ ലേണിംഗിന്റെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയിട്ട് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ന്യൂറൽ നെറ്റ്വർക്കിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനെയാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഡീപ്പ് ലേണിംഗ്, ഡീപ്പ് മീൻസ് മോർ ഇൻസൈഡ്.
മോർ ഇൻസൈഡ് പോയിട്ട് ഈ കാര്യങ്ങൾ എന്താന്ന് പഠിക്കുന്നതാണ് ഡീപ്പ് ലേണിംഗ്. ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യയുടെ ഫുൾ മാപ്പിനെ നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നു. അപ്പൊ അതിന് എന്താണ്, അതാണ് എ എന്ന് പറയുന്നത്. ഇപ്പം മൊത്തത്തിൽ ബ്രോഡ് ആയിട്ട് പറയുന്നത് എ. ഇപ്പൊ ഇന്ത്യയുടെ മാപ്പിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്, തമിഴ്നാട്, കേരള. അപ്പം അതുപോലെ ബ്രോഡ് ആയിട്ടുള്ള എഐയുടെ കാര്യത്തിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗ്. കർണാടക, തമിഴ്നാട്. അപ്പൊ പിന്നെ നമ്മൾ എന്താണ്, കേരളത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് വരുന്നു, അതിനുള്ളിലുള്ള ഡിസ്ട്രിക്റ്റുകളെ കുറിച്ച് പഠിക്കുന്നു. അതേ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ. എ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറയുന്നതാണ് എ. അതിനുള്ളിൽ ഒരു പ്രത്യേക മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് വന്ന് പഠിക്കുന്നതാണ് സബ്സെറ്റ്. അതിനെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നു. ആ എടുത്ത ഏരിയയിൽ കൂടുതൽ ഡീപ്പായി പോയി അതിന്റെ വർക്കിംഗ്, മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്, അത് ന്യൂറൽ നെറ്റ്വർക്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോയി പഠിക്കുന്നതാണ് എന്ത്, ഡീപ്പ് ലേണിംഗ്. അപ്പം എ ഇൻസൈഡ് മെഷീൻ ലേണിംഗ്, മെഷീൻ ലേണിംഗ് ഇൻസൈഡ് ഡീപ്പ് ലേണിംഗ്. അപ്പം അതാണ് ഇതിന്റെ വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ എ, ML ആൻഡ് ഡീപ്പ് ലേണിംഗ്. അപ്പൊ ഇതിന്റെ പേരന്റ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് എ ആണ്. എയ്ക്കകത്തുള്ള ഒരു സബ് ഫീൽഡ് ആണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗിനുള്ളിലുള്ള വേറൊരു സബ് ഫീൽഡ് ആണ് ഡീപ്പ് ലേണിംഗ്. അവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന കണ്ടോ, എ എന്ന് വെച്ചാൽ എൻറ്റയർ യൂണിവേഴ്സ് ആയിരിക്കും. ആ എൻറ്റയർ യൂണിവേഴ്സിനകത്തു നിന്ന് ഒരു പ്ലാനറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് ML. അതിൽ തന്നെ ആ പ്ലാനറ്റിലെ ഒരു കൺട്രീനെ കുറിച്ച് പഠിക്കുന്നതാണ് ഡീപ്പ് ലേണിംഗ്. അത്രേ ഉള്ളൂ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എല്ലാരും AI ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നതാണ്. നമുക്കിപ്പോ കാണാം, ഈ AI റിലേറ്റ് ചെയ്ത് ഒരു 75% ടാസ്കുകളും ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ്. ഇതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പൈത്തൺ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ് എന്നതാണ്. ഇതിന് നല്ല കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഉണ്ട് എന്നതാണ് അടുത്ത പോയിന്റ്. ഈസി ടു റീഡ് ആൻഡ് റൈറ്റ്. ഇത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഹ്യൂജ് കമ്മ്യൂണിറ്റി ആൻഡ് ലൈബ്രറീസ്. ഈ പൈത്തൺ ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ആർക്ക് വേണമെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പല കമ്പനികളും അതിന്റെ പല പല വേർഷൻസ് ഇറക്കിയിട്ടുണ്ട്. ഇവർക്കൊക്കെ വേർഷൻ ഇറക്കുവാനായിട്ടുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയർ ആരുടെയും കുത്തകയല്ല. പല കമ്പനികളും അവരുടെ പേരിട്ട് പൈത്തൺ, ഇപ്പൊ കൊളാബ് ഗൂഗിൾ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആനക്കൊണ്ട നാവിഗേറ്റർ വേറൊരു കമ്പനി യൂസ് ചെയ്യുന്നു, പൈച്ചാമുണ്ട്, അങ്ങനെ പല പല കമ്പനികൾ ഈ ടൂളിനെ വെച്ച് പൈത്തൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുവാനായിട്ട് കാരണമായിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന കുറെ ആളുകൾ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആകാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പെർട്സ് ആകാം. ഇവരൊക്കെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ഈ കമ്മ്യൂണിറ്റി ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. അവര് പുതിയ പുതിയ കാര്യങ്ങൾ പൈത്തണിൽ ഡെവലപ്പ് ചെയ്യുകയും അത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പൈത്തൺ ലൈബ്രറീസ് ഫ്രീ ആയിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരി പുതിയ പുതിയ ലൈബ്രറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിക്കാണെങ്കിലും ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റിക്കും ഒക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ പോപ്പുലർ ആവുകയും എല്ലാവർക്കും യൂസബിളുമാണ് എന്നതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. വർക്ക് വെൽ വിത്ത് AI ഫ്രെയിംവർക്ക്. സോ ഇതിൽ കുറെ ലൈബ്രറീസ് ഉണ്ട്, ആയിരക്കണക്കിന് ലൈബ്രറീസ് ഉണ്ട്. ഈ ലൈബ്രറീസുകൾ പല ആൾക്കാർ മോഡിഫൈ ചെയ്ത് അതിന്റെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് തന്നുകൊണ്ടിരിക്കുന്നതിനാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചേഞ്ചസിന് അഡാപ്റ്റബിൾ ആണ്. ആ ചേഞ്ചസ് എല്ലാവർക്കും അവൈലബിൾ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് പൈത്തൺ ഇത്രയും പോപ്പുലർ ആകുവാനായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ കുറച്ച് ലൈബ്രറീസിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. NumPy, പാണ്ടാസ്, ടെൻസർഫ്ലോ, പൈടോർച്ച്, SCI കിറ്റ്ലേൺ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈബ്രറീസ് ആണ് പൈത്തണിൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ചെയ്തു നോക്കുകയും നമ്മൾ ചെയ്യും, ബേസിക് ആയിട്ടുള്ള ഈ ലൈബ്രറീസ്.
അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഒരു ലൈബ്രറി ഉണ്ട്, NumPy എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതെന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫണ്ടമെന്റൽ പാക്കേജ് ഫോർ സയന്റിഫിക് കമ്പ്യൂട്ടിംഗ് ഇൻ പൈത്തൺ. സോ ഈ പൈത്തന്റെ ആദ്യകാലങ്ങളിൽ പൈത്തൺ പ്ലസ് ഡാറ്റ സയൻസ് എന്നൊക്കെ പറയുന്ന മേഖല ഒരുമിച്ചാണ് വരുന്നത്. അപ്പം കുറെ വർഷങ്ങളായിട്ട് നമുക്കറിയാം ഒത്തിരി ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ് പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട്, അല്ലേ? ജാവ ഉണ്ട്, C# ഉണ്ട്, C++ ഉണ്ട്, VB.NET ഉണ്ട്, അതുപോലെ തന്നെ വേറെ ചെറിയ ചെറിയ ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്. അപ്പം ഇതിനൊക്കെ ബദലായിട്ട് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മികച്ച രീതിയിൽ പൈത്തൺ ഇത്രയും ബെറ്റർ ആകുവാനായിട്ടുള്ള കാരണം എന്താ എന്നത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ജാവ എന്നൊക്കെ പറയുന്നത് പ്യുവർ ആയിട്ടും ഒരു ഓപ്പൺ സോഴ്സ് അല്ല. C# ഒരു ഓപ്പൺ സോഴ്സ് അല്ല. ഇതൊക്കെ പെയ്ഡ് സോഫ്റ്റ്വെയർസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ചില ലൈബ്രറീസ് വാങ്ങാനായിട്ട് നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പൈത്തൺ അതിന്റെ ആവശ്യമില്ല എന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇവിടെ സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്, ഈ പൈത്തൺ എന്ന് പറയുന്ന ഈ ലാംഗ്വേജിന്റെ തുടക്കകാലത്ത് ഇത് സയന്റിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യാനായിട്ട് ആണ് യൂസ് ചെയ്തിരുന്നത്. ഈ സയന്റിഫിക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ US-ലൊക്കെയുള്ള യൂണിവേഴ്സിറ്റീസിന് റിസർച്ച് വിങ് ഉണ്ട്. അപ്പൊ അവിടെ കുറെ സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് സ്റ്റുഡൻസ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൂടുതലും ഈ സ്റ്റാറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കമ്പനിയുടെ ഡേറ്റ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് ഒക്കെ വെച്ചിട്ടുള്ള മീൻ മീഡിയൻ മോഡ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്സ് വെച്ചിട്ട് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് ചെയ്യാനായിട്ട് അവർക്ക് ഒരു സോഫ്റ്റ്വെയർ ആവശ്യമായിരുന്നു. അപ്പൊ അവർ ആ മാത്സ് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാനായിട്ട് പൈത്തൺ ടൂളാണ് ബെസ്റ്റ് ആയിട്ട് അവർക്ക് ആദ്യം മുതൽ തന്നെ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ സയന്റിഫിക് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ആദ്യകാലങ്ങളിലും ഇന്നും വർക്ക് ചെയ്യുന്നത് ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്. ഓക്കെ, അപ്പം സ്റ്റാറ്റും ഇതുമായിട്ട് അഭേദപൂർവമായ ഒരു റിലേഷൻ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലസ് ഡേറ്റ സയൻസ് പ്ലസ് പൈത്തൺ. ഇതിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ എഫിഷ്യന്റ് ഹാൻഡ്ലിംഗ് ഓഫ് അറേസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. സോ C++ ഒക്കെ പഠിച്ചവർക്കറിയാം, അറേ സെയിം ടൈപ്പ് ഡേറ്റനെ സേവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അറേസ്, അതുപോലെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ്, എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ഇതൊക്കെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പൈത്തൺ ലൈബ്രറീസിന് സാധിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു വലിയ സ്ട്രെങ്ത് ആണ്. പിന്നെ കോമൺ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്സിൽ കേട്ടിട്ടുള്ള ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ലീനിയർ ആൾജിബ്ര, ഫൊറിയർ ട്രാൻസ്ഫോം, അതുപോലെ റിഗ്രഷൻ, കോറിലേഷൻ, ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പൈത്തണിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഒരു പൈത്തൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ട് NumPy ആസ് NP. സോ NumPy എന്ന ഒരു ലൈബ്രറിനെ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനൊരു നെയിം, ആലിയാസ് നെയിം കൊടുക്കുന്നുണ്ട്. NP എന്ന ഒരു നെയിം ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു ലൈബ്രറിയാണ്. ലൈബ്രറിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. അറേ ഈസ് ഈക്വൽ ടു NP.array. സോ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നു. ആ അറേയിൽ 3 വാല്യൂസ് പാസ് ചെയ്യുന്നു, 1 2 3. പ്രിന്റ് അറേ ഡോട്ട് മീൻ. സോ സോ ആ അറേ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു? നമ്മൾ ഒരു മീൻ എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ഈ 3 2 1ന്റെ മീൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. 3 2 1 എന്ന 3 നമ്പറിന്റെ മീൻ കണ്ടുപിടിച്ചിട്ട് ആ മീൻ പ്രിന്റ് ചെയ്യുന്നു. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 2 1 എന്നതിന്റെ മീൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു NumPy ലൈബ്രറി വെച്ചിട്ട് ഒരു അറേയിലെ വാല്യൂസിന്റെ മീൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. സോ ഇവിടെ ഞാനൊരു പൈത്തൺ വർക്ക്ഷോപ്പ് എന്നിവിടെ നമുക്ക് പേര് കൊടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ഗൂഗിൾ കൊളാബ് ഡയറക്റ്റ് നെറ്റിൽ നിന്ന് എടുക്കുകയാണ്.
സോ ഇവിടെ എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ന്യൂ നോട്ട്ബുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ക്ലിക്ക് ഓൺ ദാറ്റ്. സോ നമ്മളൊരു പുതിയ ഫയൽ എടുത്തിരിക്കുകയാണ്. ഈ പുതിയ ഫയലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതുപോലെ കുറച്ച് വിൻഡോസ് നമുക്ക് കാണുവാൻ സാധിക്കും, സെല്ല് കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. ഈ വർക്ക്ഷോപ്പിന് ഇഷ്ടമുള്ള പേര് നമുക്ക് ഇവിടെ കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പൊ പ്രോഗ്രാമിന്റെ നെയിം എന്താണോ ആ പ്രോഗ്രാം നെയിം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, പാലിയൻഡ്രോം. സോ അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് IPYNB എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ കോഡിംഗ് ഏരിയ. ഇവിടെ നമുക്ക് ഈ സെല്ലുകളിലാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ഈ പ്ലേ ബട്ടണിൽ നമ്മൾ ഇത് റൺ ചെയ്യുന്നു. ഇവിടെ തന്നെ അവർ പറയുന്നുണ്ട് സ്റ്റാർട്ട് കോഡിംഗ് ഓർ ജനറേറ്റിംഗ് വിത്ത് AI. അതായത് നമുക്കിവിടെ കോഡ് ഇപ്പം ഈ ജെമിനി അല്ലെങ്കിൽ ഗൂഗിളിന്റെ തന്നെ AI വെച്ചിട്ട് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള AIയുടെ സഹായത്തോടെ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പം ആദ്യം നമ്മൾ ഈ ലൈബ്രറി NumPy ലൈബ്രറി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ ഞാനിവിടെ ഒരു കോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് കോപ്പി എടുക്കുകയാണ്. നമുക്ക് നമ്മുടെ വീഡിയോ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനത് ചെയ്തു വെച്ച പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ലൈവായിട്ട് കാണിച്ചു തരികയാണ്. സോ ഇതൊരു ചെറിയൊരു പ്രോഗ്രാമാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഐ വിൽ സൂം ദിസ് പേജ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായി കോഡുകൾ കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ആദ്യം നമ്മൾ ഇവിടെ ഒരു ലൈബ്രറിനെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് NumPy എന്ന് പറയുമ്പം ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കിനും ഈ ലൈബ്രറികളെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ കൊളാബിലേക്ക്. അപ്പം അതിന് ഉള്ള കമാൻഡ് ആണ് pip install numpy pandas matplotlib. സോ ഇവിടെ 3 ലൈബ്രറീസിനെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. pip install numpy pandas matplotlib. ഈ 3 ലൈബ്രറീസും AI മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡാറ്റ സയൻസിൽ വളരെ ആവശ്യമുള്ള ലൈബ്രറീസ് ആണ്. ഈ ലൈബ്രറീസിൽ ആദ്യം NumPyയുടെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, പാണ്ടാസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, matplotlib എങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഫസ്റ്റ്. അതിനുള്ള കമാൻഡ് ആണ് ഈ കമാൻഡ്. ഓക്കെ, അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്കത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം അതിനെന്താണ് കമാൻഡ്, ഇമ്പോർട്ട് NumPy as NP. സെയിം ലൈക്ക് പാണ്ടാസിനെയും ചെയ്യണം, ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. ഇവിടെ എന്ത് നെയിം വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ആലിയാസ് നെയിം ആയിട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ NP കൊടുത്തു, PD കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ST കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും ഇവിടെ നമുക്ക് ഇമ്പോർട്ട് NumPy ആസ് NP, പാണ്ടാസ് ആസ് PD. അതുപോലെ മൂന്നാമത്തെ ലൈബ്രറി ആയ matplotlib അത് കൊടുക്കുന്ന ഇങ്ങനെയാണ്, ഇമ്പോർട്ട് matplotlib .py plot as plot. സോ ഇവിടെ .pyplot എന്നും കൂടെ കൊടുക്കണം. അപ്പൊ ഈ 3 ലൈബ്രറീസിനെ ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഇതിനകത്തു നിന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് ഈ NumPy ക്രിയേറ്റ് ആൻ അറേ. ഒരു അറേ ഉണ്ട്, ഇത് കണ്ടോ. ഈ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. Ctrl+C. ഞാൻ വേറെ ഒരു ലൈബ്രറി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പോയിട്ട് ഒരു പുതിയ സെൽ എടുത്തു, Ctrl+V കൊടുത്തു, റൺ ചെയ്തു. സോ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ്, ഞാൻ ഓൾറെഡി ആ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അറേ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അറേ ഈസ് ഈക്വൽ ടു np.array, കുറച്ച് വാല്യൂസ് 10, 20, 30, 40, 50. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു അറേ ക്രിയേറ്റ് ചെയ്തു, കുറച്ച് നമ്പേഴ്സിനെ ഇതിലേക്ക് ഇട്ടു, ആ നമ്പറിന്റെ ഒറിജിനൽ അറേനെ പ്രിന്റ് ചെയ്തു.
എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? പ്രിന്റ് അറേ പ്ലസ് 5. ഓരോ വാല്യൂസിനെയും +5 വെച്ചിട്ട് ആഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ മീനിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. മീൻ വാല്യൂ. പ്രിന്റ് മീൻ ഓഫ് അറേ. അതിന് എന്ത് ഫംഗ്ഷനാണ് യൂസ് ചെയ്തത്? nb ഡോട്ട് മീൻ അറേ. അപ്പം ഈ പറയുന്ന 10, 15, 25, 30 + 5, 40 + 5, 50 + 5 ഈ വാല്യൂസിന്റെ എല്ലാം ഒറിജിനൽ അറേയുടെ കൂടെ +5 ചെയ്ത ശേഷം ആ വാല്യൂസിന്റെ മീൻ കണ്ടുപിടിച്ചു. എത്രയാണ് അതിന്റെ മീൻ എന്ന് പറയുന്നത്? 30 ഔട്ട്പുട്ട് കിട്ടി. കണ്ടോ? അപ്പൊ ഇവിടെ ഫംഗ്ഷൻ വർക്ക് ആയത് മീൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ nb എന്ന് പറയുന്ന എന്താണ്? nb എന്ന് പറയുന്നത് എന്താണ്? nb ഡോട്ട് മീൻ ഓഫ് അറേ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എന്താണ് nb? nb എന്ന് പറയുന്നത് numpy ആണ്. അപ്പൊ ഈ numpy എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ലൈബ്രറി ആണ് ഈ മീൻ കണ്ടുപിടിക്കാനായിട്ട് ഈ പ്രോഗ്രാമിനെ സഹായിച്ചത്. നമുക്ക് ഈ numpy ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന nb ഡോട്ട് മീൻ വർക്ക് ആകില്ല. കാരണം എന്താണ്? ആ ലൈബ്രറി അതിലില്ല. അപ്പം ഫസ്റ്റ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിനുശേഷം ലൈബ്രറീനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ നംബിവയ്ക്കുള്ളില് വേറെ പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ പ്രോഗ്രാമിൽ ഞാൻ മീനാണ് കണ്ടുപിടിച്ചതെങ്കിൽ എനിക്ക് ഇതിന്റെ മീന്, മോഡ്, സ്ക്യൂനെസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനെ പലതും ഈ പറയുന്ന നംബിവൈ ലൈബ്രറിയിലെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള പല ഫങ്ഷൻസും നംബിവൈയിൽ ഉണ്ട്. അപ്പം അതിന് എന്ത് ചെയ്യണം? ആദ്യം ഈ നംബിവൈനെ നമ്മൾ ഉറപ്പായിട്ടും ഇമ്പോർട്ട് ചെയ്തിരിക്കണം, ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നീട് നമ്മുടെ ആ ഗൂഗിൾ കൊളാബിൽ അത് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടിങ് മാത്രം മതി. ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്യുന്നു, പിന്നെ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ അതിനെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് ആ അറേയുടെ +5 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ മീൻ കണ്ടുപിടിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പാണ്ടാസ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. അപ്പം എന്താണ് പാണ്ടാസ്? അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് പാണ്ടാസ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡേറ്റ അനാലിസിസ് ആൻഡ് മാനിപ്പുലേഷൻ ടൂൾ ആണ്. സോ റിമെമ്പർ, പാണ്ടാസ് ലൈബ്രറി ഈസ് യൂസിങ് ഫോർ ഡേറ്റ അനാലിസിസ് ആൻഡ് മാനിപ്പുലേഷൻ. നമുക്ക് ഏതെങ്കിലും കമ്പനിയുടെ ഡേറ്റ, ആ ഡേറ്റ എന്ന് പറയുന്നത് ചിലപ്പം എക്സൽ ആകാം, അല്ലെങ്കിൽ അതൊരു CSV ഫയൽ ആകാം, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തെടുത്ത എന്തെങ്കിലും ഒരു ഡേറ്റ ആകാം. അതിനെ അനാലിസിസ് ചെയ്യുവാനും അതിനകത്തുനിന്ന് എന്തെങ്കിലും പുതുതായിട്ട് ഫൈൻഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ലൈബ്രറിയാണ് പാണ്ടാസ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഡേറ്റ ഫ്രെയിംസ് ഉണ്ട് എന്നതാണ്. ഡേറ്റ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റാബേസിൽ കാണുന്ന പോലെ റോസ് ആൻഡ് കോളംസ്, ടേബിൾസ് ഉണ്ടായിരിക്കും, കോളംസ് ഉണ്ടായിരിക്കും. വർക്ക് വിത്ത് ഡേറ്റ ഫ്രെയിംസ്. ഡേറ്റ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ടേബിൾസ്, സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളംസ്. അപ്പം റോസ് ആൻഡ് കോളംസ് അല്ലെങ്കിൽ ടേബിള്, കോളംസ് ഇങ്ങനെയുള്ള ഡേറ്റയെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് പാണ്ടാസ് ലൈബ്രറി ആവശ്യമാണ്. അതുപോലെ ഒരു പുതിയ AI പ്രോജക്റ്റ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കിനും ആ ഡേറ്റ എന്ന് പറയുന്നത് വളരെയധികം എറേഴ്സ് അടങ്ങിയതായിരിക്കും. ഇപ്പൊ ഒരു കമ്പനിയുടെ ലാസ്റ്റ് 5 ഇയറിലെ സാലറി ഡേറ്റ, പക്ഷെ അത് ചുമ്മാ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇറലവന്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, കോളംസ്, ഫീൽഡ് ഒക്കെ അതിനുള്ളിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് നമ്മൾ AI ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ക്ലീനിങ് സ്റ്റേജ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ പാണ്ടാസ് ലൈബ്രറി ആവശ്യമാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇന്ന ഫീൽഡിലെ സീറോ വാല്യൂസ്, നൾ വാല്യൂസ് ഇപ്പൊ അതിനകത്ത് ഫിൽ ആയിട്ടുണ്ടെങ്കിൽ നൾ വാല്യൂസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്ത് കളയാനൊക്കെ ഈ ലൈബ്രറി നമ്മളെ സഹായിക്കും. അതുപോലെ ഡാറ്റ സെറ്റുകളെ മെർജ് ചെയ്യുക, മിസ്സിംഗ് വാല്യൂസിനെ കണ്ടുപിടിക്കുക, അതിനൊക്കെ നമുക്ക് പാണ്ടാസ് വളരെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പാണ്ടാസ് വർക്ക് ചെയ്യുന്നത്. അതും നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. സോ പാണ്ടാസിനെ ഇമ്പോർട്ട് ചെയ്യുന്നു, ആലിയാസ് നെയിം കൊടുക്കുന്നു. DF ഈസ് ഈക്വൽ ടു ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. DF ഈസ് ഈക്വൽ ടു PD. PD ഡോട്ട് ഡേറ്റ ഫ്രെയിം
നമുക്കിപ്പോ എന്താണ് ഒരു ടേബിൾ വേണം. ആ ടേബിളിന് എന്തൊക്കെ കോളംസ് ആ വേണ്ടിയത്? ഈ പറയുന്ന പോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം എ കോമ ബി. അപ്പൊ അതിനൊരു സ്കോറും നമുക്ക് കിട്ടുന്നുണ്ട് 85 90. സോ ഇതുപോലൊരു ടേബിൾ ഒക്കെ ഫോം ചെയ്യാനായിട്ടാണ് നമ്മൾ പാണ്ടാസ് ലൈബ്രറി യൂസ് ചെയ്യുന്നത്. അതിൽ ഡാറ്റ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ടേബിളും കോളംസും ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് പ്രിന്റ് ചെയ്യുന്നത് പ്രിന്റ് ഒബ്ജക്റ്റ് ഡോട്ട് df. സോ ആ df ഡോട്ട് ഡിസ്ക്രൈബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെതായ ഒരു പ്രത്യേക രീതിയിൽ റോസ് ആൻഡ് കോളം ആയിട്ട് അതിനെ പ്രിന്റ് ചെയ്ത് തരും. ഇതുണ്ട് ഇവിടെ അതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ കൗണ്ട്, മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഈ കാര്യങ്ങളെല്ലാം ഫൈൻഡ് ചെയ്തിട്ട് അതൊരു ഒരു ഹെഡറിന്റെ കീഴിൽ ആ വാല്യൂസ് എല്ലാം ഡിസ്പ്ലേ ആക്കി തരും. അപ്പൊ ഇങ്ങനെ നമുക്ക് നല്ല മികച്ച രീതിയിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസിനെയോ ഒക്കെ നമുക്ക് ഒരു ഹെഡറിന്റെ കീഴിൽ അതിന്റെ മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ പാണ്ടാസ് ലൈബ്രറി വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമുക്കത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത്. സോ ഇവിടെ സ്റ്റെപ്പ് 3 ഫിനിഷ്ഡ് ചെയ്തു. സ്റ്റെപ്പ് 4 ആണ് നോക്കുന്നത് എങ്ങനെ പാണ്ടാസ് യൂസ് ചെയ്യുന്നു എന്നത്. സോ ഞാൻ ഈ കോഡ് കോപ്പി എടുത്തു, Ctrl+C. സോ ഇവിടെ ഡാറ്റ ഈസ് ഈക്വൽ ടു കുറച്ച് നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോബ്, ചാർലി, ഡേവിഡ്. ഓക്കെ. എന്നിട്ട് pd.data_frame പാണ്ടാസ് ഡാറ്റ ഫ്രെയിം പ്രിന്റ് df റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുക എന്നത്. സോ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, ഇവിടെ റൺ ചെയ്യാം. നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഈ കൊളാബിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നല്ല ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ സ്പീഡ് വളരെ ഹൈ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതും വളരെ വേഗത്തിലായിരിക്കും. കാരണം ഇത് ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ചാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ ഇത് കണ്ടോ, ഞാൻ റൺ ചെയ്തു, നമുക്ക് ആ റിസൾട്ട് കിട്ടി. പാണ്ടാസ് ഡാറ്റ ഫ്രെയിം നെയിം സ്കോർ. അപ്പൊ ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ ഇത് വർക്കായി. അവരുടെ നെയിം എല്ലാം ഇവിടെ പ്രിന്റ് ആയി, അവരുടെ സ്കോറും പ്രിന്റ് ആയി. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പാണ്ടാസ് യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുക. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഏത് രീതിയിലാണ് ഔട്ട്പുട്ട് വേണ്ടിയതെന്ന്. അപ്പൊ ആ രീതിയിൽ ഇത് ക്രിയേറ്റ് ആവും. മനസ്സിലായോ? അപ്പം ഈ രീതിയിൽ ഇതിന്റെ കോഡ് എവിടെയായിരുന്നു? കോഡ് ഇവിടെ മുകളിലുണ്ട്. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം കോഡ്. സോ ഇവിടെ ഇതാണ് കോഡ്. സോ ഇതനുസരിച്ച് അത് വർക്കായി. അപ്പം പാണ്ടാസ് എന്തിനാണ് സഹായിക്കുന്നത്? നമുക്ക് ഡാറ്റ ഫ്രെയിം വെച്ചിട്ട് ഒരു ടേബിൾ റോസ് ആൻഡ് കോളം ആയിട്ട് ഡാറ്റനെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മാറ്റ്പ്ലോട്ലിബ് എന്താണെന്നാണ്. പാണ്ടാസ് ലൈബ്രറിയുടെ യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം കാണിക്കാം. സോ ഇവിടെ സ്റ്റെപ്പ് 5 നമ്മളൊരു ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിന്റെ കോഡ് ഇങ്ങനെയാണ്. പ്ലോട്ട് ഡോട്ട് ബാർ നെയിം സ്കോർ സ്കൈ ബ്ലൂ. എന്നിട്ട് ആ ഒരു ബാർ ചാർട്ടിന് ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കും. അതെന്താണ്? സ്റ്റുഡന്റ് സ്കോർ. പ്ലോട്ട് ഡോട്ട് എക്സ് ലേബൽ നെയിം, പ്ലോട്ട് ഡോട്ട് വൈ ലേബൽ സ്കോർ, പ്ലോട്ട് ഡോട്ട് ഷോ. സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാർ ചാർട്ട് ഇവിടെ ക്രിയേറ്റ് ആവും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ. ഇതും ഡാറ്റ ഫ്രെയിമിന്റെ അല്ലെങ്കിൽ പാണ്ടാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡാറ്റ ഫ്രെയിം ആണ്.
ഇവിടെ ബാർ ചാർട്ട് ചെയ്യാം, പൈ ചാർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇതുണ്ട്. ഈ പൈ ചാർട്ടിൽ നമ്മളൊരു സ്കോർ ഉണ്ട്, നെയിം ഉണ്ട്, ഇതിന്റെ റിസൾട്ട് കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോ, ഇതൊരു ബാർ ചാർട്ടാണ്. ഈ ബാർ ചാർട്ടിൽ സ്റ്റുഡന്റ് സ്കോർ, ഇവിടെ കുറച്ച് മാർക്കുണ്ട്, 0 to 8. അതുപോലെ ഇതിന്റെ ആലിയാസ്, ഇവിടെ കുറച്ച് സ്റ്റുഡൻസിന്റെ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ബോബിന് ഇത്ര മാർക്ക്, ചാർലി, ഡേവിഡ്. സോ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇവിടെ എക്സ് ആക്സിസിൽ അവരുടെ നെയിമും വൈ ആക്സിസിൽ അവരുടെ സ്കോറുമാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ചാർട്ടുകളെയാണ് നമ്മൾ ബാർ ചാർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ബാർ ചാർട്ട് ചെയ്യാനായിട്ട് ഇത്രയും കോഡിന്റെ ആവശ്യമേ ഉള്ളൂ പൈത്തണിൽ. അപ്പം ഇത് പ്ലോട്ട് ചെയ്യാനായിട്ട് പ്ലോട്ട് എന്ന വേരിയബിൾ ആണ്. ഏത് രീതിയിലുള്ള ചാർട്ടാ വേണ്ടിയത്? ബാർ പോലത്തെ ചാർട്ടാണ് വേണ്ടിയത്. അതുകൊണ്ടാണ് പ്ലോട്ട് ഡോട്ട് ബാർ എന്ന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് എന്താണ് നമുക്ക് വേണ്ടിയെന്നുള്ള ഫീൽഡ് പറഞ്ഞു കൊടുക്കണം. നെയിം, സ്കോർ, ഏത് കളറിലാണ് അത് കിട്ടേണ്ടത്. ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് ബ്ലൂ കളറിലാണ്, അതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ എന്ന് കൊടുത്തിരിക്കുന്നത്, സ്കൈ ബ്ലൂ. കണ്ടോ? എന്നിട്ട് പ്ലോട്ട് ഡോട്ട് ടൈറ്റിൽ, നമുക്ക് ആ മാപ്പ് ചാർട്ടിന് ഒരു പേര് കൊടുക്കണം. സ്റ്റുഡന്റ് സ്കോർ ബാർ ചാർട്ട്. സോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. പ്ലോട്ട് ടൈറ്റിൽ ഈസ് ഈക്വൽ ടു എന്താണ് ആ ചാർട്ടിന്റെ പേര്, സ്റ്റുഡന്റ് സ്കോർ ബാർ ചാർട്ട്. എന്നിട്ട് അതിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുക്കണം. എക്സ് ആക്സിസിൽ എന്ത് ലേബലാ കൊടുത്തിരിക്കുന്നത്? പ്ലോട്ട് ഡോട്ട് എക്സ് ലേബൽ. എന്താണ്? എക്സ് ആക്സിസിൽ നെയിം ഓഫ് സ്റ്റുഡൻസ്, വൈ ആക്സിസിൽ അവരുടെ മാർക്ക്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? പ്ലോട്ട് ഡോട്ട് ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 5 ലൈൻ കോഡ് കൊണ്ട് നമുക്ക് വളരെ മനോഹരമായ ഒരു ബാർ ചാർട്ട് ഇവിടെ ക്രിയേറ്റ് ആക്കാൻ സാധിക്കും. ഓക്കെ, സെയിം ഇതെല്ലാം ഏത് ലൈബ്രറിയുടെ ഫംഗ്ഷൻ ആണ്? ഈ പറയുന്ന നമ്മളിപ്പോ യൂസ് ചെയ്തിരിക്കുന്ന നമ്പി വൈ, അതുപോലെ തന്നെ മാറ്റ്പ്ലോട്ട് ലിബ്, പാണ്ടാസ്, ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ലൈബ്രറീസ് ആണ്. ഓക്കെ, അതുപോലെ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം സെയിം രീതിയിൽ തന്നെ. ലേബൽ കൊടുക്കുന്നു, കളർ കൊടുക്കുന്നു, അതിന്റെ ആംഗിള്. ബാർ ചാർട്ട് ഏത് രീതിയിൽ പൈ ചാർട്ട് വേണം? പൈ ചാർട്ട് എന്ന് വെച്ചാൽ റൗണ്ടിലിരിക്കും, പല ഡിവിഡൻസ് സൈൻ ഉണ്ടായിരിക്കും. അപ്പം അത് കണ്ടില്ലേ, ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. കൺട്രോൾ മൈനസ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ പൈ ചാർട്ട് കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഡേവിഡിന് 26 മാർക്ക്, ചാർലി 22, ബോബ് 26. സോ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പൈ ചാർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പൈ ചാർട്ടിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാഡ്രന്റുകളിൽ നമുക്ക് അവരുടെ മാർക്ക് ഡിസ്പ്ലേ ആക്കാം. ഓരോന്നിനും നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാനായിട്ടും സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഈ പറയുന്ന ബാർ ചാർട്ട് ഒക്കെ ചെയ്തെടുക്കുന്നത്. പൈ ചാർട്ട്, ബാർ ചാർട്ട്. ലാസ്റ്റ് എന്നിട്ട് ഇതുണ്ട്, പ്ലോട്ട് ഡോട്ട് ടൈറ്റിൽ. നമുക്ക് ആ പൈ ചാർട്ടിന്റെ പേര് കൊടുക്കണം. സ്റ്റുഡന്റ് സ്കോർ പൈ ചാർട്ട്, ദെൻ പ്ലോട്ട് ഡോട്ട് ഷോ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ആവും. അപ്പൊ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള 3 ലൈബ്രറീസിലേക്ക് വന്നു. നമ്പി വൈ, പാണ്ടാസ്, മാറ്റ്പ്ലോട്ട് ലിബ്. അപ്പം ഇത് പ്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ലൈബ്രറിയാണ് ഈ മാറ്റ്പ്ലോട്ട് ലിബ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ബാർ ചാർട്ടിനെയും അതുപോലെ പൈ ചാർട്ടിനെയും ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് ചെയ്യാൻ സഹായിക്കുന്ന ലൈബ്രറിയാണ് മാറ്റ്പ്ലോട്ട് ലിബ്, മാത്തമാറ്റിക്കൽ പ്ലോട്ടിംഗ് ലൈബ്രറി. നമ്മുടെ വാല്യൂസിനെ മാത്തമാറ്റിക്കലി പ്ലോട്ട് ചെയ്ത് അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ സഹായിക്കുന്ന ലൈബ്രറിയാണ് മാറ്റ്പ്ലോട്ട് ലിബ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ബേസിക് ആയിട്ടുള്ള നമ്പി വൈ, പാണ്ടാസ്, മാറ്റ്പ്ലോട്ട് ലിബ് തുടങ്ങിയ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കോഡ് അവൈലബിൾ ആണ്. എൻ്റെ ജിറ്റ് ഹബിൽ പോയി കഴിഞ്ഞാൽ, ഇതെന്റെ ജിറ്റ് ഹബ് അക്കൗണ്ട് ആണ്. സഞ്ജു 20078 എന്ന് പറയുന്ന ജിറ്റ് ഹബ് അക്കൗണ്ടിൽ പോയാൽ ഇവിടെ ഈ പേജിൽ സഞ്ജു എസ് ആനന്ദ്, സഞ്ജു 20078, ഇതിൽ റെപ്പോസിറ്ററീസ് ഉണ്ട്. ഈ റെപ്പോസിറ്ററിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഈ വർക്കുകളെല്ലാം തന്നെ നമ്മൾ പിന്നീടുള്ള ദിവസങ്ങളിൽ പഠിക്കുന്നതായിരിക്കും. A to Z കാര്യങ്ങൾ, നമ്മൾ മെഷീൻ ലേണിംഗിന്റെ ബേസിക് മുതൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ, എങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്കിൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ട്രാൻസ്ഫോമേഴ്സ് എന്താണ്, ജനറേറ്റീവ് AI എന്താണ്, അങ്ങനെയുള്ള എല്ലാം തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ ഓരോ സീരീസിലായിട്ട് ചെറിയ ചെറിയ എക്സാമ്പിളിലൂടെ നോക്കുന്നതായിരിക്കും.
അപ്പൊ ഇതിന്റെ എല്ലാം കോഡുകൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഏതാണ് ഏത് ദിവസങ്ങളിൽ ചെയ്യുന്നതെന്നും അതിന്റെ ലിങ്ക് ഏതാണെന്നും അന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കോഡുകൾ അവൈലബിൾ ആയിരിക്കുന്നത് ഇവിടെയാണ്. ആ ഒരു റിപ്പോസിറ്ററി ഉണ്ട്, നംബിവൈ പാണ്ടാസ് മാറ്റ്പ്ലോട്ലിബ് എന്ന് പറയുന്ന ഈ ഒരു പബ്ലിക് റിപ്പോസിറ്ററിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതില് കുറെ ഫയൽസ് അവൈലബിൾ ആണ്. ഇതിൽ ഇത് കണ്ടോ, നംബിവൈ പാണ്ടാസ് എന്ന് പറയുന്ന പേരിൽ കുറച്ച് ഡേറ്റ കാണാൻ സാധിക്കും. ഇവിടെയാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓരോരോ കോഡായിട്ട് നിങ്ങൾക്ക് റൺ ചെയ്ത് കൊളാബിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരിക. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കിനും അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ടെൻസർഫ്ലോ, എന്താണ് പൈടോർച്ച്, പൈടോർച്ചും ടെൻസർഫ്ലോയുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്, പിന്നെ ചെറിയ ചെറിയ AI മോഡൽ എങ്ങനെ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ നോക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്നവര്, സ്റ്റുഡൻസ്, പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, ഇവർക്കൊക്കെ ഈ ഒരു വർക്ക്ഷോപ്പ് വളരെയധികം പ്രയോജനമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ആക്സസിബിൾ ആയിരിക്കും. അതുപോലെ ജിറ്റ്ഹബ് പേജിലും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായ ഫയലുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വളരെ വേഗത്തിൽ എടുത്ത് നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഈ സെയിം കാര്യങ്ങളും ഫയലുകളും എൻ്റെ കാഗിൾ അക്കൗണ്ടിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജിറ്റ്ഹബിൽ എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് kaggle.com പോയിട്ട് അവിടെയും എൻ്റെ ഒരു പ്രൊഫൈലുണ്ട്. ആ പ്രൊഫൈലിൽ പോയാൽ ഇത് സഞ്ജു എസ് ആനന്ദ്, യുവർ വർക്ക്. സോ ഇവിടെയും ഈ ഫയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെയും നിങ്ങൾക്ക് ഈ ഇപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ ഇവിടെയും ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലെയും വർക്ക്ഷോപ്പുകളിൽ ഫയലുകളൊക്കെ നമ്മൾ ഇവിടുന്നായിരിക്കും പ്രാക്ടീസിന് വേണ്ടി സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നൽകുന്നത്. നമ്മൾ ഏതാണോ പറയുന്നത് ആ ലൈബ്രറി നിങ്ങൾ ഓപ്പൺ ചെയ്ത് ആ കോഡ് നിങ്ങൾക്ക് റൺ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഷെയറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആവശ്യമെങ്കിൽ അവൈലബിൾ ആക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ട്, കേഗിൾ അക്കൗണ്ടും ജിറ്റ്ഹബ് അക്കൗണ്ടും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കുകളെ കുറിച്ച് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സീരീസ് 1 മന്ത്, 2 മന്ത്, 3 മന്ത് നീണ്ടു നിൽക്കുന്നതായിരിക്കും. എവറി 3 ഡേയ്സിൽ ഇതിന്റെ അപ്ഡേറ്റ്, നെക്സ്റ്റ് സിലബസിലുള്ള പോർഷൻസ്, പ്രാക്ടിക്കൽ, ലൈവ്, ഡെമോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് AI മെഷീൻ ലേണിംഗ് വർക്ക്ഷോപ്പിന്റെ ഭാഗമായി ഇന്നത്തെ ഈ പുതിയ കൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഭാഗമായി നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും big thank you. Follow me, support me. Thank you everyone. My name is Sanju S. Anand. ചാനൽ, യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ ചാനലിന്റെ പേര് ആനന്ദ് ഇൻസ്പയർ എന്ന് പറയുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണുവാൻ സാധിക്കും. സോ ഇതിൽ പോയി നോക്കിയാൽ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവരി വൺ. സൈനിങ് ഓഫ്, സഞ്ജു.